നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ അതിനെ ചൈന ഗ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ, ഇതൊരു സീവീഡിൻ്റെയാണ്. ഒരു കടൽപ്പായലെന്ന് പറയും, കടൽ സസ്യത്തിൻ്റെ ഇതിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് നമുക്ക് ശരീരത്തിന് ദോഷമൊന്നുമില്ല കേട്ടോ. നമുക്കിത് മുറിച്ചിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, മുറിച്ചിടുമ്പോൾ കുറച്ച് എളുപ്പമാകും. അതുകൊണ്ടാണ് ഞാനൊരു കോക്കനട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് കരിക്കും വെള്ളം തന്നെ ഒഴിക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നത് വേറെ കുറച്ചും കൂടെ കുതിർക്കണം, അപ്പോൾ അതിൽ കരിക്കും വെള്ളം ഒഴിക്കാം. ഞാനത് മുങ്ങി കിടക്കത്തക്ക വെള്ളം ഒഴിച്ചിടുവാണ്. എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ ആവോ? ഇതവിടെ ഇരുന്ന് കുതിരട്ടെ. ഞാനൊരു സോസ് പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും. ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1/2 ലിറ്റർ പാൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പാൽപ്പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടണം. ഇത് വലിയ സ്പൂൺ, അതുകൊണ്ട് 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം കൂടി ഇട്ട് കൊടുക്കാം. മധുരം പുഡിങ്ങിന് സാധാ മധുരമാണ്. ഞാനിപ്പോൾ ഇതിലൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, അതൊന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ട് പുഡിങ്ങാണ്. അപ്പോൾ കരിക്കിൻ്റെ ഈ മഞ്ഞയൊക്കെ കളയണേ. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു കരിക്കിൻ്റെ ഇത് അധികം കാമ്പില്ലായിരുന്നു. നമുക്കിനി ഫ്ലെയിം ഓണാക്കാം. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. വേണമെങ്കിൽ തിളച്ചിട്ട് ഇച്ചിരി കുറുക്കി പറ്റിച്ചെടുക്കാം, അപ്പം നല്ല ടേസ്റ്റ് വരും. ഞാനിപ്പോൾ അത്ര പറ്റിക്കുന്നൊന്നുമില്ല. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം, ചൈന ഗ്രാസ്. വേണമെങ്കിൽ ഈ കൂടെ തന്നെ ചേർക്കാം. ഞാൻ എന്നാലും ഒന്ന് തിളച്ച് വന്നിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാൽപ്പൊടിക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാതെ, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എൻ്റെ ഈ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാൽപ്പൊടിയാണ് ചേർത്തത്. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കരിക്ക് അരച്ചതും കൂടെ ചേർക്കുന്നത് കൊണ്ടാണ് ഈ 10 ഗ്രാം ഒരു പാക്കറ്റ്, 10 ഗ്രാം മുഴുവൻ ചേർത്തത്. അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് വരത്തില്ല, ഇച്ചിരി ഫ്ലഫി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു 7-8 ഗ്രാം ചേർത്താൽ മതി. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. മധുരം കുറവായിരുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി. ഇച്ചിരി മധുരം മുന്നിൽ നിൽക്കണം. തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ മധുരം തോന്നത്തില്ലല്ലോ. ചൈന ഗ്രാസ് അലുത്തലുത്ത് വരുന്നുണ്ടേ. അത് നല്ലപോലെ മെൽറ്റ് ആവട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്, മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചെറിയ തരിയുണ്ട്, അരിച്ചെടുക്കാം. ഇതൊന്ന് വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കരിക്കിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും, അതുകൊണ്ട് പിരിഞ്ഞതുപോലെ ആയിപ്പോവും. വേണമെങ്കിൽ എസൻസ് ചേർക്കാവേ, വാനില എസൻസ്. പക്ഷെ ഞാൻ ഇത് കരിക്കിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചേർക്കുന്നില്ല. ഞാൻ ഈ ബൗളിലേക്ക് അരിച്ചൊഴിക്കുവാണേ. ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് വേറൊരു ലെയറും കൂടെ വരാനുണ്ട്. ചൂടോടെ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇനി റൂം ടെമ്പറേച്ചറിലിരുന്നൊന്ന് തണുത്ത് വരണം. ബാക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തരിയുണ്ട്, അത് ശരിക്കും മെൽറ്റായില്ലായിരുന്നു. നമുക്ക് അതൊന്ന് അരിച്ചങ്ങ് കൊടുക്കാം. തരി കിടന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് വേണ്ടെന്ന് വെച്ചിട്ട് അരിച്ചെന്നേ ഉള്ളൂ. ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്നൊന്ന് തണുക്കട്ടെ. അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മുറിച്ചിടുവാണ്. ഇത് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ, 5 ഗ്രാം എടുത്തിട്ടുള്ളൂ ചൈന ഗ്രാസ്. പ്ലാസ്റ്റിക് മുറിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ, പ്ലാസ്റ്റിക്കൊന്നും അല്ല. ഇതിൽ ഇച്ചിരി കരിക്കും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുതിരാനെ. ഇത് ഇവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരട്ടെ. കണ്ടോ, ഇത് കുതിർന്ന് വരുമ്പോൾ നല്ല വൈറ്റ് കളറാണ് കണ്ടോ, കുതിർന്ന് വരുന്നത്. ഇനി ഞാനൊരു സോസ് പാനിലേക്ക് ഒരു 2 കപ്പ് കരിക്കും വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയായിട്ട്. 2 കപ്പല്ലേ ഉള്ളൂ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കരിക്കും വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഇതിട്ട് കൊടുക്കും. ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട കരിക്കും വെള്ളം, ആ ടേസ്റ്റ് അങ്ങ് പോകത്തില്ലേ. അപ്പോൾ ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കണ്ട. ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് തന്നെ ഞാൻ ശംഖുപുഷ്പമില്ലേ, ശംഖുപുഷ്പം എടുത്തിട്ട് അതിൻ്റെ പൂവ് എടുത്തിട്ട് തിളപ്പിച്ച് അതിൻ്റെ എസൻസ് എടുത്തതാണ് കേട്ടോ. കളറെല്ലാം കൂടെ കളർ അല്ലാതെ കെമിക്കൽ കളറൊന്നും അല്ല ചേർക്കുന്നത്, പിന്നെ ഒറിജിനൽ കളറാണ് ചേർക്കുന്നത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
ശംഖുപുഷ്പത്തിൻ്റെ പൂ വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചാൽ മതി, നമുക്ക് ഈ കളറ് കിട്ടും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നാരങ്ങ വെള്ളം എടുത്തത് ശംഖുപുഷ്പം. പക്ഷെ നാരങ്ങ ചേർക്കുമ്പോൾ ഇതിനൊരു പർപ്പിൾ കളറായി വേണം. പുളിയുടെ ആസിഡിൻ്റെ ഇത് ചെല്ലുമ്പോൾ ഒരു പർപ്പിൾ കളറാവും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ലതാണ്. ഒന്ന് കുറുകി വരട്ടെ, മതിയേ. ഇത് ഓഫ് ചെയ്യുക. ഇതൊരു 2 മിനിറ്റ് തണുത്തിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആ കരിക്കും വെള്ളം കൊണ്ടുണ്ടാക്കി ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുക. എല്ലാത്തിലും ഒരുപോലെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതൊന്ന് അല്പം തണുത്ത് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കരിക്ക് അരിഞ്ഞത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല മീനിൻ്റെ ഷേപ്പിലോ സ്റ്റാറിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണേലും ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ഉണ്ടാക്കിയിടാം. ഞാനിപ്പോൾ ഷേപ്പൊന്നും ഉണ്ടാക്കില്ല, ചുമ്മാ അരിഞ്ഞതിലോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ പുഡിംഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം. നമ്മുടെ ടേസ്റ്റിയായ ഇളനീർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഓഷൻ പുഡിംഗ് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ, ഈ കളർ ഇട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.